എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ നിൽക്കുന്നത് യുഎയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ ജബൽ ജെയ്സിലാണ്. പറയുമ്പോൾ തന്നെ എനിക്ക് തണുക്കുകയാണ്. ജബൽ ജെയ്സ് എന്ന് പറയുന്നത് യുഎയിൽ ആകെപ്പാടെയുള്ളത് 2 മൗണ്ടൻ റേഞ്ചസ് ആണ്. അതായത് ഏറ്റവും ഉയരം കൂടിയ 2 സ്ഥലങ്ങളാണ് യുഎയിൽ. അതിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജബൽ ജെയ്സ്. ജബൽ ജെയ്സിൽ വരുന്ന യാത്രക്കാർ 2 ടൈപ്പ് ഉണ്ട്. അതായത് ചിലർ രാത്രി വന്ന് ഇവിടെ തങ്ങിയിട്ട് രാവിലത്തെ സൺറൈസ് കാണും. ചിലവർ രാവിലെ വന്ന് സൺറൈസ് കണ്ടിട്ട് മടങ്ങുന്നവരുമുണ്ട്. ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി വന്നതാണ്. ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം അമ്മാതിരി ക്ലൈമാറ്റിക്കാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ക്ലൈമാറ്റിക് അട്രാക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ജിയോഗ്രാഫിക്കൽ ഒരു അട്രാക്ഷനോടുണ്ട്. കാരണം മലനിരകളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ടത്തെ മലകളല്ല ഇവിടെ ഒരു വേറൊരു മലകളാണ്. ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. ഞങ്ങളെല്ലാം സൺറൈസ് കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല. വളരെ രാത്രി ആയാലും നമുക്ക് ഫാമിലിയും കൊണ്ടുവരാം. ഒരു തരത്തിലുള്ളൊരു ഡിസ്റ്റർബൻസ് നമുക്കുണ്ടാവില്ല. നമുക്ക് പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം, കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്ക് ചെയ്യാം, ചുമ്മാ ഇരുന്ന് പുസ്തകം വായിക്കേണ്ടവർക്കാണെങ്കിൽ അതും ചെയ്യാം. അത്തരത്തിലുള്ളൊരു മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞിട്ട് യുഎയിൽ ഉള്ള ആരെങ്കിലും, അതായത് മലയാളികൾ, നമ്മളിപ്പോഴും മലയാളികൾ എന്ന് പറഞ്ഞ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, യുഎയിൽ നിൽക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ജബൽ ജെയ്സ്. അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമുക്ക് ജബൽ ജെയ്സ്, ഞങ്ങൾ ഇന്നലെ തലേന്നാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഇന്നലെ തലേന്ന് വന്ന് ഇവിടെ കുക്കൊക്കെ ചെയ്തു, ഞങ്ങൾ ടെൻ്റ് അടിച്ചു. നമുക്ക് എന്തായാലും ഇതിൻ്റെ രാത്രിയിലത്തെ വിശേഷം കണ്ടിട്ട് നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ജബൽ ജെയ്സിൻ്റെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം 11 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലീസ് എല്ലാമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ വളരെ ലൈവായിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഹുഡ്സൊക്കെ ഇട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഇവിടെ ഒരു 2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടേക്ക് തന്നെ പോയി കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബാർബിക്യൂ സ്റ്റാൻഡിന് അടുത്താണ്. നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയാണ് ചുടുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് കണ്ടു. ലോബ്സ്റ്റർ, അതായത് കൊഞ്ചിൻ്റെ വലുത് ലോബ്സ്റ്ററിനെ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. നമുക്ക് കൂടുതലായിട്ട് നമുക്കതിനെ നോക്കാം. ഹായ്. ഹലോ. Your name? My name is Marwan. Marwan എന്നാണ് പേര്. You're from? I'm local. Okay. അദ്ദേഹം ലോക്കലാണ്. ലോക്കൽ മീൻസ് അറബിക് ആണ്. ഇവിടുത്തെ ലോക്കൽ അറബിക് ആണ്. So what are you making here? This is lobster, right? Yeah, lobster. Just like every Friday night, I just coming here to doing lobster to myself, like a fun, something like that. Okay. അതായത് എല്ലാ ഫ്രൈഡേയിലും ഇദ്ദേഹം വന്ന് ഇതുപോലെ ഇവിടെ തീയൊക്കെ കത്തിച്ച് ലോബ്സ്റ്റർ. സോ ഓൾവേസ് യു ആർ മേക്കിംഗ് ലോബ്സ്റ്റേഴ്സ് ഓർ സംതിങ് റൈറ്റ്? ഓക്കെ. ഓൾവേസ്, അതായത് എല്ലാ ഫ്രൈഡേയിലും ഇവിടെ വന്നിട്ട് ലോബ്സ്റ്റർ ആണ് ഇദ്ദേഹം ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഹൗ ഇറ്റ് ഈസ് ടേസ്റ്റി? ഇറ്റ്സ് സോ ഗുഡ്. It's very delicious. Oh my god, very very delicious എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ഈ കടയുടെ അടുത്ത് വന്ന് ഇത് ഫുൾ അറബിക്കിലാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ചോദിക്കാം എന്തായാലും. ഹായ്. What is this? Any food or something like that? ഓക്കെ. ഇദ്ദേഹം പറയുന്നത് ഇത് ഒരു അറബിക്
സ്വീറ്റ് ആണ്. അറബിക് സ്വീറ്റിന്റെ ഒരു സ്റ്റോൾ പോലെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഹൗ മച്ച് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ്? 30. Okay, okay. രണ്ട് only one kind of sweet, only one kind of. Okay, okay. 3 വെറൈറ്റിയിലുള്ള സ്വീറ്റ്സ് ഇവിടെ ഉണ്ട്. സ്മോൾ പോർഷന് 20 dirham, large പോർഷന് 30 dirham ആണെന്ന് പറഞ്ഞു. Your name? Rika, you are from? Oh, okay, thank you. കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല. ഇപ്പോഴാണ് ജസ്റ്റ് വെട്ടം വന്നത്. ഇപ്പം സൺറൈസ് കാണാൻ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ദൂരെ കാണാം സൂര്യൻ ഇങ്ങനെ ഒരു മലയുടെ മണ്ടക്കൂടി ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്നില്ല റേസ് അടിക്കുന്നതുകൊണ്ട്. കാരണം എനിക്ക് ശരിക്കും കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രംഗമാണ്. കാരണം ഈ ജബൽ ജേസിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ വേൾഡ്സ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, ഒരു മൗണ്ടനിൽ നിന്ന് വേറൊരു മൗണ്ടനിലേക്ക് ഒരു ലൈൻ കണക്ട് ചെയ്തേക്കാണ്. നമുക്ക് അതിൽ കൂടെ പാസ് ചെയ്യാം. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നമ്മൾ ഈ റോപ്പ് വേ ഒക്കെ പോകുന്നത് പോലെ ഒരു കേബിളാണ്, ഒരു പുള്ളി ഹാങ് ചെയ്തിട്ടുള്ള ഒരു കേബിളാണ്. അതിൽ ഇരുന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ വേണ്ട ഈ എൻ്റെ മേളിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അത് ഒരു അറ്റം തൊട്ട് ഒരു അറ്റം അങ്ങേ മൗണ്ടൻ വരെയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഞാനിത് തിരക്കിയപ്പോൾ ഏകദേശം 700 dirhams ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ റേറ്റ്. ജബൽ ജേസിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ. അതായത് ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ടെൻറ്റ് വേണം. ഒരു പോർട്ടബിൾ ടെൻറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും അല്ലെങ്കിൽ ഇവിടെ ആയാലും ചൈനീസ് ഷോപ്സിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ടെൻറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടെൻറ്റിൻ്റെ അടിയിലിടാനായിട്ട് ബേസ് ബോർഡോ അതോ കാർഡ്ബോർഡ്സോ അതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡ്സ് മതി. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കാർഡ്ബോർഡ്സ്, അതുപോലത്തെ കാർഡ്ബോർഡ്സ് ഇട്ടിട്ട് വേണം അതിൻ്റെ മണ്ടയ്ക്ക് ടെൻറ്റ് ഇടാൻ. എന്നിട്ട് അതിൻ്റെ അകത്തിടാൻ കംഫോർട്ടർ, മസ്റ്റായിട്ട് കംഫോർട്ടർ വേണം. ഇല്ലെങ്കിൽ നമ്മൾ തറയിൽ കിടക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. കംഫോർട്ടർ, പിന്നെ ബ്ലാങ്കറ്റ്സ്, പില്ലോ, അത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, തണുപ്പിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യേണ്ടത് കൊണ്ട് ആവശ്യത്തിന് പ്ലേറ്റ്സ്, ഗ്ലാസ്, കുടിക്കാനുള്ള വെള്ളം, പിന്നെ കൈ കഴുകാനൊക്കെയുള്ള വെള്ളം, പാത്രം കഴുകാനൊക്കെയുള്ള വെള്ളം, അതുപോലെ തന്നെ ചെറിയ
പോർട്ടബിൾ സ്റ്റൗവ്, പിന്നെ ബാർബിക്യൂൻ്റെവരാണെങ്കിൽ ബാർബിക്യൂ സ്റ്റാൻഡ്, ചാർക്കോൾസ്. കാരണം ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. കാരണം ഇവിടെ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഫുഡ് സ്റ്റഫ്സ് കിട്ടുന്ന കടകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ തണുപ്പ് കാരണം പ്രായമുള്ളവരൊക്കെ വരികയാണെങ്കിൽ സ്വെറ്റേഴ്സ് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ ഒരു ചാർജറൊക്കെ കയ്യിലെടുത്തോളുക. പിന്നെ ഒരു പാട്ട് കേൾക്കാനൊക്കെയുള്ള നല്ലൊരു മിനി സ്പീക്കർ അതുപോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ, കാരണം നല്ല രസമായിരിക്കും. കാരണം രാത്രിയിൽ നമുക്കിവിടെ വന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ സ്ഥിരം വരുന്നവരാണെങ്കിൽ അവർക്കിതെല്ലാം അറിയാം. അപ്പം അവരിതെല്ലാം കൊണ്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പം നമ്മളൊരു ബിഗിനറായിട്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് ഇതെല്ലാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊണ്ടുവരിക. നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ മതി എന്തൊക്കെയാണ് വേണ്ടത്. ആദ്യമായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ സ്റ്റേ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ടെൻറ്റ് വേണം. അതിൻ്റെ കൂടെ തന്നെ ബേസ് ബോർഡ്, ഞാൻ പറഞ്ഞ കംഫോർട്ടർ സെറ്റ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ കൂടെ കൊണ്ടുവരണം. കാരണം ഇവിടെ അടുത്തെങ്കിൽ ഒരു ഹോട്ടലില്ല. ഹോട്ടൽ വേണമെങ്കിൽ അങ്ങ് മേളിൽ പോകണം. നമുക്ക് ഇടയ്ക്ക് നമുക്ക് പ്രൈവറ്റായിട്ടൊരു സ്പേസിൽ നമുക്ക് നമ്മുടെ ഫാമിലിക്കും കിടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ദുബായിലെ ജബൽ ജയ്സിലെ വിശേഷങ്ങൾ ഞാൻ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ ഒരു പുതിയൊരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു നല്ല ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു എപ്പിസോഡോ ആക്കി ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ഏതാ നല്ല പ്ലേസസൊക്കെ നോക്കി ഞാൻ സെലക്ട് ചെയ്ത് ഞാനത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും അവതരണ രീതിയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംരംഭമാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ എന്നുള്ളൊരു നിലയ്ക്ക് തന്നെ നിങ്ങൾ തന്നെ കാണണം. എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, സീ യു സൂൺ, ടേക്ക് കെയർ, ഗുഡ് ബൈ, ഗോഡ് ബ്ലെസ്.